അങ്ങനെ ട്രംപ് ഇന്ത്യക്കൊപ്പം ചേരുകയാണ്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പഴയ അമേരിക്ക ആയിട്ടല്ല, മറിച്ച് ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയായി കാണുന്ന പുതിയ അമേരിക്കയാണ് ഇന്നുള്ളത്. മോദി എന്ന തന്ത്രജ്ഞന്റെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കൂടുതലായി ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മാസങ്ങളായി നിലനിന്നിരുന്ന വ്യാപാര യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തിയിരുന്ന 50% നികുതി 18% കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. ഈ ഒരു കരാർ കേവലം ഒരു നികുതി ഇളവ് മാത്രമല്ല, മറിച്ച് അരനൂറ്റാണ്ടിലേറെ നീണ്ട വൈരുദ്ധ്യങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ചരിത്രപരമായ പരിണാമം കൂടിയാണ്. 50% നിന്ന് 18% നികുതി കുറയുമ്പോൾ മാറുന്നത് വെറും അക്കങ്ങൾ മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ കൂടിയാണ്. ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരിക്കലും ലളിതമായിരുന്നില്ല. ഈ ശീതയുദ്ധകാലത്തെ അകൽച്ചയിൽ നിന്ന് തുടങ്ങി ഉപരോധങ്ങളുടെ കാലം പിന്നിട്ട് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വ്യാപാര കരാറുകളിലൊന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ബന്ധം. നിലവിൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്നത് 50% തീരുവയാണ്. ഇതാണ് 18% കുറച്ചിരിക്കുന്നത്.